താങ്കൾ പറഞ്ഞ ഒരു ഭാഗം വളരെ ശരിയാണ്. ഒരുപാട് നേതാക്കൾ, നിങ്ങളുടെ നേതാക്കൾ ആ സമയത്ത് ജയിലിൽ കിടന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ദേശ്മുഖ് ആയിരുന്നു പ്രധാനപ്പെട്ട മുഖം. ഇവിടെ ഇപ്പോൾ വസന്ത് സൂചിപ്പിച്ച ചില പേരുകളുണ്ട്, വേണമെങ്കിൽ ഞാൻ ആ പേരുകൾ ആവർത്തിക്കാം. മാധവറാവു മൂലെ, ദത്തോപാത്തെങ്കാടി, മൊറോപാന്ത് പിങ്കളെ, ഇവരൊക്കെയും ജയിലിൽ കിടന്നവരാണ്. പക്ഷേ ഇവരെയൊക്കെ ജയിൽ മോചിതരാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഇന്ദിരാഗാന്ധിക്ക് ഈ നിലയിൽ മാപ്പപേക്ഷകൾ എഴുതിയത്. അതിനുശേഷം അടിയന്തരാവസ്ഥയ്ക്കെതിരായ പ്രതിഷേധങ്ങളെ മറികടക്കുന്നതിനായിരുന്നല്ലോ 20-ന കർമ്മ പരിപാടിയും 5-ന കർമ്മ പരിപാടിയും ഒക്കെ രൂപപ്പെടുത്തിയത്. ഇതിനെ അനുകൂലിച്ചുകൊണ്ട് കത്തെഴുതിയത് ബൽബീർ പുഞ്ചും പ്രഭു ചൗളയും. ഇവർ രണ്ടുപേരും ആരുടെ നേതാക്കളാണ്? നിങ്ങളുടെ നേതാക്കളല്ല എന്നുള്ളത് അങ്ങേക്ക് തള്ളി പറയാനാകുമോ? അടുത്തത് മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായിരുന്ന SB ചവാന് ദേവറസ് എഴുതിയ കത്തുകൾ. അതായത് ആ കത്തിലെ വരികൾ ഞാൻ ഇങ്ങനെ വായിക്കാം. സർക്കാരിനെതിരെ, അതായത് നിങ്ങളുടെ സർക്കാരിനെതിരെ വിദൂരമായി പോലും RSS പ്രവർത്തിക്കില്ല. സാമൂഹികവും സാംസ്കാരികവുമായ മേഖലകളിൽ മാത്രമാണ് RSS പ്രവർത്തിക്കുന്നതെന്നും ഈ കത്തിൽ ഞാൻ ഉറപ്പ് നൽകുകയാണ്. ഈ കത്തുകൾക്ക് മറുപടി ഇല്ലാതായപ്പോഴാണ് വിനോബ ഭാവയ്ക്ക് ഇതേ ദേവറസ് അങ്ങയുടെ പാദങ്ങളിൽ വിനീതനായി എന്ന് തുടങ്ങുന്ന ഒരു കത്ത് രണ്ടാമത് എഴുതുന്നത്. ആ കത്തിൽ അടിയന്തരാവസ്ഥ പിൻവലിക്കണമെന്നോ JP ജയിൽ മോചിതനാക്കണോ എന്നൊരു ആവശ്യങ്ങൾ പോലും ഈ ഒരു ഡസനോളം കത്തുകളിൽ ഉണ്ടായിട്ടില്ല. ഇനി ഈ കത്തുകളുടെ ആധികാരികതയാണ് പ്രശ്നമെങ്കിൽ മഹാരാഷ്ട്ര സർക്കാരിന്റെ നിയമസഭയിൽ വന്നിട്ടുണ്ട് രേഖകളായി ഈ കത്തുകൾ. കൃഷ്ണദാസ്, അപ്പോൾ അടിയന്തരാവസ്ഥയോട് നിങ്ങൾ ഒരു വശത്ത് നിങ്ങൾ ഈ പറയുന്നൊരു മുഖമുണ്ടല്ലോ, അതിനപ്പുറം അല്ലെങ്കിൽ പറയൂ, ഈ നേതാക്കളാരും നിങ്ങളുടേതായിരുന്നില്ല എന്ന്.